ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സേതുസ് ടാരോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഡ് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമുക്ക് യൂണിവേഴ്സിനോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ടെടുക്കാം. നമുക്ക് എന്താണ് നമ്മളിന്ന് ഉപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മളിന്ന് വിട്ടേക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് ചോദിച്ചുകൊണ്ട് നമുക്കിന്ന് കാർഡ് എടുക്കാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. എല്ലാവരും യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സക്സസ് ആകാൻ വേണ്ടി നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. അപ്പം നമ്മൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് നമുക്കിന്ന് കാർഡ് എടുക്കാം. അപ്പോൾ നമുക്കിന്ന് കിട്ടിയേക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് സോഡ് ആണ് കിട്ടിയേക്കുന്നത്. നമ്മൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തന്നത്, നമുക്ക് കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചതിയോ കള്ളത്തരമോ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ നമ്മളതിനെ ഉപേക്ഷിക്കണം എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരെ ചതിച്ചിട്ട് നമ്മൾ നേടുന്ന വിജയങ്ങളൊന്നും തന്നെ നമുക്ക് ശാശ്വതമല്ല, അത് സ്ഥിരമല്ല. നമ്മൾ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരോട് വഴക്കിന് പോയി നേടുന്ന ആ ഒരു വിജയം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ശാശ്വതമല്ല, അത് നമുക്ക് നിലനിൽക്കത്തില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ചതിയോ അല്ലെങ്കിൽ വഞ്ചനയോ മറ്റുള്ളവരെ ചതിച്ചിട്ട് നമുക്ക് വിജയമുണ്ടാക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് പറയുന്നത്, യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അത് നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ടെൻഷൻ മാറും, നമുക്ക് പകുതി പ്രശ്നങ്ങൾ മാറും. എന്നിട്ട് എനിക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത്, എനിക്ക് എന്താണോ യൂണിവേഴ്സ് വിധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് എന്താണോ ഈ പ്രപഞ്ചം, ഈ ദൈവം നമുക്ക് വിധിച്ചിട്ടുള്ളത്, അത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൈകടത്താതിരിക്കുക. മറ്റുള്ളവരെ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും നമുക്ക് കിട്ടുന്ന വിജയങ്ങളോ അല്ലെങ്കിൽ സമ്പാദ്യങ്ങളോ ഒന്നും നമുക്ക് ശാശ്വതമല്ല എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അടുത്ത നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ട് എടുക്കാൻ പറ്റുന്ന കാർഡ് നമുക്ക് എടുത്തുകൊണ്ട് ചോദിക്കാം. എൻ്റെ മനസ്സിൽ ടെൻഷൻ മാറാൻ ഞാൻ എന്ത് ചെയ്യണം? അതായത് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കുക, എൻ്റെ മനസ്സിലെ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ഓരോരുത്തരും മനസ്സിൽ ആലോചിക്കുക. എന്ത് ചെയ്യണമെന്ന് അതിനുള്ള കാർഡുകൾ നമുക്കെടുക്കാം. അപ്പോൾ നമ്മളിന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മളെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ കാർഡ് എന്ന് പറയുന്നത് ഡെവിൾ കാർഡാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മളെടുത്തപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഡെവിൾ കാർഡാണ് നമുക്ക് വന്നേക്കുന്നത്. അതായത് ഡെവിൾ കാർഡ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ടെൻഷൻ മാറാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പല പല ഭീതികളുണ്ട്, നിങ്ങളുടെ മനസ്സിൽ അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വയ്യാഴികകളുണ്ട്, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ആശുപത്രിയിൽ പോവുക, ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്നറിയുന്നത് തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. അപ്പം നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പം നിങ്ങൾക്ക് അതൊരു സന്തോഷമാണ്, അത് നമുക്ക് ഭയങ്കരമായിട്ട് എനർജി തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്കെന്തോ വലിയ വലിയ അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്കെന്തോ വലിയ വലിയ ആപത്തുകൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതൊന്നുമല്ല. നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ഒരു അസുഖം എന്നുള്ളത് മാറ്റി നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് പരിഹരിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പരമാവധി ശരീരത്തിന് സുഖം കിട്ടും, നമ്മുടെ ടെൻഷൻ എല്ലാ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളതാണ് കൂടുതലായിട്ട് അവർക്ക് ടെൻഷൻ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ മാറ്റി വയ്ക്കുക എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങളതുപോലെ ഹീലിംഗ് ചെയ്യുക, നിങ്ങൾ യോഗ ക്ലാസ്സുകളിലൊക്കെ പോയി പങ്കെടുത്ത് നിങ്ങളുടെ ടെൻഷൻ മാറ്റി വെക്കുക, എക്സസൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പരിധിവരെ നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ടെൻഷൻ മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇന്ന് നമുക്ക് ചോദിച്ചുകൊണ്ടെടുക്കാം, ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണ്? ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് കാർഡ് എടുക്കാം.
അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് കപ്സ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് അടിക്കാതെ നിങ്ങൾ ടെൻഷനും കാര്യങ്ങളും എല്ലാം ലെറ്റ്സ് ഗോ, നിങ്ങൾ അതിനെല്ലാം എന്ത് ചെയ്യുക, പറഞ്ഞു വിടുക. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുമെന്ന് റിഗ്രറ്റ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നമുക്കിപ്പം വേണ്ട, നിങ്ങൾ അതിനെയെല്ലാം പറഞ്ഞു വിടുക. അതിനുശേഷം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കുറേ കപ്പുകൾ തന്നിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കുറേ സുഖ സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ നന്മകൾ തന്നിട്ടുണ്ട്. അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങൾ അത് മാത്രം എടുക്കുക. മറഞ്ഞിരിക്കുന്നതിനെയോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതിനെയോ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും നമുക്ക് ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നുവെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ 5 ഓഫ് കപ്സ് നമുക്ക് കാണിച്ചു തരുന്നത് കഴിഞ്ഞു പോയ കാര്യം, അല്ലെ പാസ്റ്റിലത്തെയോ അല്ലെ ഇപ്പോഴോ നിങ്ങൾ ചെയ്തു പോയ ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ റിഗ്രറ്റ് അടിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തല കുനിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കുറ്റബോധത്തിലാണ് നിങ്ങൾ. അപ്പോൾ ആ കുറ്റബോധം നിങ്ങൾ മാറ്റുക. മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ചുറ്റുമുള്ളതിനെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിനെയൊന്നും കാണുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ നല്ല പുതിയൊരു റിലേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഉണ്ടായ റിലേഷനിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ കണ്ണടച്ച് നിൽക്കുകയാണ്, കുറ്റബോധത്തോടെ തല കുനിച്ചാണ് നിങ്ങളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല വിവാഹാലോചനകൾ വരുവാണ്, നിങ്ങളപ്പോൾ നേരത്തെ വന്നിട്ട് പോയ കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ തല കുനിച്ച് നിൽക്കുകയാണ്, എനിക്കിനി വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പക്ഷേ പൈസയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കാം. അവരാണെങ്കിൽ പൈസയ്ക്ക് കഴിഞ്ഞു പോയ പൈസയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ട് പുതുതായിട്ട് നമുക്ക് പൈസ കിട്ടാൻ എന്ത് വഴിയാണ് അല്ലെങ്കിൽ എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരും തല കുനിച്ച് നിൽക്കേണ്ട, നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ തല ഉയർത്തി തന്നെ നടക്കുക. നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്, ദൈവമായിട്ട് നിങ്ങളെ സഹായിക്കാൻ വരുന്നുണ്ട് എന്നാണ് നമുക്ക് ഇന്നത്തെ കാർഡ് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുക. എല്ലാവരുടെയും ടെൻഷൻ എല്ലാം മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങുക. ചതിയും വഞ്ചനയും ഒന്നുമില്ലാതെ നല്ലവരായിട്ട് എല്ലാവരും മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങളത് കാണിച്ച് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഹെൽത്തി പേഴ്സണായിട്ട് നിങ്ങൾക്ക് കഴിയാനായിട്ട് പറ്റുമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം ഇത് റെസിനേറ്റ് ആകുന്നുവെങ്കിൽ, ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ എല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്, ജനറൽ റീഡിംഗ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പം ചിലർക്കത് റെസിനേറ്റ് ആകാം, ചിലർക്കത് ആകാതെ ഇരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും കൂടുതലായിട്ട് നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.